നമസ്കാരം. ചേലക്കരയിൽ കെ രാധാകൃഷ്ണന്റെ പകരക്കാരൻ ആരാണ്? CPM-ൽ വലിയ ചർച്ചകൾ സജീവമാകുന്നുണ്ട്. മുൻ MLA ആയിട്ടുള്ള UR പ്രദീപ് രാധാകൃഷ്ണന്റെ സ്വാഭാവിക പിൻഗാമിയാകുവാനുള്ള സാധ്യതയുണ്ട്. കൂടാതെ AK ബാലന്റെ ഭാര്യ PK ജമീലയ്ക്ക് വേണ്ടിയിട്ടുള്ള കരുനീക്കങ്ങൾ വളരെ ശക്തമായിട്ട് നടക്കുന്നുമുണ്ട്. ജമീലയുടെ സ്ഥാനാർത്ഥിത്വം തടയാൻ ബാലനെതിരെ പാർട്ടി കമ്മിറ്റികളിൽ അടക്കം വിമർശനങ്ങൾ കടുപ്പിച്ചുകൊണ്ട് എതിർവിഭാഗം രംഗത്തെത്തുകയും ചെയ്തു. ലോക്സഭാ അംഗമായി മാറിയ കെ രാധാകൃഷ്ണന് പകരക്കാരനായി മന്ത്രിസഭയിലേക്ക് OR കേളു എത്തിയെങ്കിൽ അദ്ദേഹം പ്രതിനിധാനം ചെയ്തിരുന്ന ചേലക്കര നിയമസഭാ മണ്ഡലത്തിൽ ആരാകും പിൻഗാമിയായി എത്തുക എന്നുള്ളത് ഒരു നിയോഗമായി നിൽക്കുന്നു. നിയമസഭാ അംഗത്വം രാജിവെച്ച 6 മാസത്തിനകം ഉപതെരഞ്ഞെടുപ്പ് നടത്തിയാൽ മതി എന്നുള്ളതാണ് ചട്ടമെങ്കിലും ചേലക്കരയിലെ സ്ഥാനാർത്ഥി ആരാണ് എന്നതിനെ ചൊല്ലി CPM-ൽ ചർച്ചകൾ സജീവമാകുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ചേലക്കരയ്ക്ക് ഒപ്പം പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലും ഉപതെരഞ്ഞെടുപ്പ് നടക്കുമെങ്കിലും അവിടുത്തെ സ്ഥാനാർത്ഥിയെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് പാർട്ടിയിൽ വലിയ ഉത്സാഹമൊന്നും കാണുന്നില്ല. കാരണം പരാജയം സമ്മതിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ജയസാധ്യത നന്നേ കുറവായതാണ് അതിന് കാരണം. 2016-ൽ രാധാകൃഷ്ണന് പകരക്കാരനായി ചേലക്കരയിൽ നിന്ന് വിജയിച്ച UR പ്രദീപാണ് സ്വാഭാവിക സ്ഥാനാർത്ഥിയായി ചേലക്കരയിലെത്തുക. ഒരു ടൈം മാത്രം MLA ആയിരുന്ന പ്രദീപ് 2021-ൽ കെ രാധാകൃഷ്ണൻ വീണ്ടും മത്സരിക്കാനെത്തിയപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് മാറിക്കൊടുക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ രാധാകൃഷ്ണൻ മാറുമ്പോൾ ആ സീറ്റിന് അവകാശവാദം ഉന്നയിക്കുവാൻ കഴിയുന്ന ഒരേ ഒരാൾ എന്ന് പറയപ്പെടുന്നത് UR പ്രദീപ് തന്നെയാണ്. കെ രാധാകൃഷ്ണനെ പോലെ തന്നെ ജനസമ്മതനും ലാളിത്യവുമുള്ള നേതാവുമായ പ്രദീപിനെ കുറിച്ച് മറ്റു ദോഷങ്ങളൊന്നും പറയാനുമില്ല ചേലക്കരക്കാർക്ക്. എന്നാൽ സംവരണ മണ്ഡലമായ ചേലക്കരയിൽ സീറ്റ് മോഹിച്ച് മറ്റു പലരും നീക്കം ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ജമീലയെ തടയാനൊരുങ്ങി പാലക്കാട് ലോബി അടക്കം മുന്നിട്ട് വരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം CPM കേന്ദ്ര കമ്മിറ്റി അംഗവും മുൻ മന്ത്രിയുമൊക്കെയായ AK ബാലന്റെ ഭാര്യയായിട്ടുള്ള PK ജമീലയാണ് ഒരാൾ. അദ്ദേഹത്തിനെ മത്സരിപ്പിക്കുവാൻ സാധ്യതയില്ല. തൃശ്ശൂർ ജില്ലയിൽ നിന്നുള്ള മറ്റു ചില നേതാക്കളടക്കം ഈ സീറ്റിനുള്ള കരുനീക്കങ്ങൾ നടത്തുകയാണ്. അതുകൊണ്ട് തന്നെ 2021-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും PK ജമീലയുടെ പേര് ഇങ്ങനെ ഉയർന്നു കേട്ടുകൊണ്ടേയിരുന്നു. പാലക്കാട് ജില്ലയിലെ കോങ്ങാട്, തരൂർ സീറ്റുകളിലേക്കാണ് ജമീലയുടെ പേര് അന്ന് ഉയർന്നു വന്നതെങ്കിൽ ഇന്ന് ചേലക്കരയിലേക്ക് വരികയാണ്. എന്നാൽ AK ബാലന്റെ ഭാര്യയ്ക്ക് സീറ്റ് നൽകുന്നതിനെതിരെ പാലക്കാട്ടെ പാർട്ടിയിൽ തന്നെ ശക്തമായിട്ടുള്ള വികാരമാണ് ഉയർന്നു വന്നത്. കൊടുക്കരുത് എന്ന് തന്നെയാണ് അവരുടെ വാദം. പ്രതിഷേധം ആകുമെന്ന് വന്നതോടെ ജമീലയെ സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കത്തിൽ നിന്ന് ഇപ്പോൾ സംസ്ഥാന നേതൃത്വം അടക്കം പിന്തിരിയുകയാണ്. എന്നാൽ ചേലക്കര ഉപതെരഞ്ഞെടുപ്പ് വന്നതോടെ ഇപ്പോൾ സംസ്ഥാന ആസൂത്രണ ബോർഡ് അംഗമായി പ്രവർത്തിക്കുന്ന AK ബാലന്റെ ഭാര്യ ജമീലയെ സ്ഥാനാർത്ഥിയാക്കുവാനുള്ള നീക്കങ്ങൾ ശക്തി ആർജിച്ചിട്ടുണ്ട്. മുൻപത്തെ പോലെ തന്നെ പാലക്കാട് വീണ്ടും ഒരു പ്രതിഷേധം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇവിടെ മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരായ ആക്ഷേപങ്ങൾ ഉയർന്നപ്പോഴെല്ലാം അതിനെ പ്രതിരോധിക്കാൻ മുന്നിട്ടിറങ്ങിയ AK ബാലന് അതിൻ്റെ പ്രത്യുപകാരം ലഭിച്ചേക്കും എന്നുള്ളതാണ് സൂചന. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ജമീലയ്ക്ക് സീറ്റ് കിട്ടാതിരിക്കുവാനുള്ള നീക്കങ്ങൾ പതിയെ സജീവമാകുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. 2 ദിവസമായി നടന്ന CPM പാലക്കാട് ജില്ലാ കമ്മിറ്റിയിൽ AK ബാലനെ ലക്ഷ്യം വെച്ച് നടന്ന ആ വിമർശനങ്ങളെല്ലാം ഇതിൻ്റെ തെളിവാണ്. കാരണം AK ബാലൻ പിണറായിസ്റ്റാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ബാലൻ്റെ പ്രതികരണങ്ങളെയും രാഷ്ട്രീയ നിലപാടുകളെയും കീറിമുറുക്കുന്ന രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളാണ് പാലക്കാട് ജില്ലാ സമ്മേളനത്തിൽ നടന്നത്. തിരഞ്ഞെടുപ്പ് CPM-ന് എത്ര നിർണായകമാണ് എന്ന് സൂചിപ്പിക്കുവാനായി ബാലൻ നടത്തിയ ഈനാമ്പേച്ചിയും മരപ്പട്ടയും ചിഹ്നമാക്കേണ്ടി വരുമെന്ന പരാമർശമാണ് ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെട്ടത് എന്നുള്ളതും ശ്രദ്ധേയമായി. പാർട്ടിയെ ജനങ്ങൾക്കിടയിൽ പരിഹാസ്യമാക്കുന്ന രീതിയാണ് ചിഹ്നത്തെ സംബന്ധിച്ചുള്ള AK ബാലന്റെ പ്രസംഗത്തിൽ ദൃശ്യമായത് എന്നായിരുന്നു ജില്ലാ കമ്മിറ്റിയിൽ അടക്കമുണ്ടായിട്ടുള്ള വളരെ രൂക്ഷമായ വിമർശനം എന്ന് പറയപ്പെടുന്നത്. ബാലന്റെ നാവ് ഒരു പ്രശ്നമാണ് എന്നുള്ളതാണ്. കാരണം ബാലന്റെ പല പ്രതികരണങ്ങളും തിരഞ്ഞെടുപ്പ് കാലത്ത് പാർട്ടിക്ക് വലിയ ദോഷം ചെയ്തു എന്നും അതുകൊണ്ട് തന്നെയാണ് പരാജയമെന്നും ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ അടക്കം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ചേലക്കരയിലെ ജമീലയുടെ സ്ഥാനാർത്ഥിത്വം തടയുക എന്നത് ലക്ഷ്യമിട്ടുള്ള നീക്കമാണ് ഈ ആക്ഷേപത്തിന് പിന്നിലുള്ളത് എങ്കിലും പാലക്കാട്ടെ CPM-ന്റെ തലതൊട്ടപ്പനായിരുന്ന AK ബാലന്റെ പ്രഭാവം അത് അടുത്ത കാലത്തായി കുറഞ്ഞു വരികയാണ്. കാരണം ഈ പിണറായിസ്റ്റ് ആയതുകൊണ്ട് തന്നെ ജില്ലയിലെ പാർട്ടിയിൽ ബാലന്റെ വലം കൈയായി നിന്ന് ഇടപെട്ടിരുന്ന PK ശശി നിരന്തര വിവാദങ്ങളെ തുടർന്ന് പാർശ്വവൽക്കരിക്കപ്പെട്ടതും ഒപ്പം തന്നെ MP രാജേഷിൻ്റെ വളർച്ചയുമൊക്കെയാണ് ബാലനെ ക്ഷീണിപ്പിച്ചത് എന്ന് വേണമെങ്കിൽ പറയാം. മാത്രമല്ല ബാലന് പിണറായിയോട് വലിയ അടുപ്പവുമാണ്. MP രാജേഷിൻ്റെ വളർച്ച തടയാൻ ബാലൻ ആസൂത്രിതമായി ശ്രമിച്ചുവെന്ന് അദ്ദേഹത്തോട് അടുപ്പമുള്ളവരടക്കം അത്തരത്തിൽ സംശയിക്കുന്നുമുണ്ട്. ഇതും ബാലനെതിരായിട്ടുള്ള സംഘടിത നീക്കങ്ങൾക്ക് രാജേഷ് അനുകൂലികളെ പ്രേരിപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ രാജേഷിൻ്റെ രാഷ്ട്രീയ ലൈനിന് സംരക്ഷണം ഒരുക്കുവാൻ ഒപ്പം തന്നെ P രാജീവും KN ബാലഗോപാലും അങ്ങനെ 2 പേർ കൂടി ഉണ്ട് എന്നുള്ളതാണ്. ആലപ്പുഴയിലെ പോലെ തന്നെ വിഭാഗീയതയുടെ കനലുകൾ ഇനിയും ചിലപ്പോൾ കെടാതെ കിടക്കുന്ന പാലക്കാട്ടെ സംഘടനാ അന്തരീക്ഷം എന്ന് പറയപ്പെടുന്നത് AK ബാലന്റെ ജില്ലയിൽ AK ബാലന്റെ സ്വാധീനം കുറയാൻ ഇടയാക്കുന്നു എന്നുള്ളതാണ്. കാരണം ബാലന്റെ നാവാണ് അതിൻ്റെ പ്രശ്നം. പാരമ്പര്യം എന്ന് പറയപ്പെടുന്ന AK ബാലന്റെ ഭാര്യ ആയതുകൊണ്ട് പാർലമെന്ററി രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നതിന്
എതിർപ്പുകൾ നേരിടേണ്ടി വരുന്നുണ്ട് എങ്കിലും രാഷ്ട്രീയ പാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്നാണ് പി കെ ജമീലയുടെയും വരവ് എന്നുള്ളത് ശ്രദ്ധേയമാണ്. CPM-ന്റെ മുതിർന്ന നേതാവും ഒപ്പം തന്നെ രാജ്യസഭാംഗവും നിയമസഭാംഗവും കൂടാതെ കർഷക തൊഴിലാളി യൂണിയന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയൊക്കെ ആയിരുന്ന പി കെ കുഞ്ഞച്ചൻ്റെ മകളാണ് ഈ പറയുന്ന പി കെ ജമീല എന്ന് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പാരമ്പര്യം അവർക്കുണ്ട് എന്നുള്ളതിൽ സംശയമില്ല. അലോപ്പതി ഡോക്ടറായി പ്രൊഫഷണൽ ജീവിതം തുടങ്ങിയ പി കെ ജമീല ആരോഗ്യ വകുപ്പ് ഡയറക്ടറായാണ് സർവീസിൽ നിന്ന് വിരമിച്ചതും. UDF കാലത്താണ് സർവീസിൽ നിന്ന് പി കെ ജമീല വിരമിക്കുന്നത്. എന്നാൽ VS ശിവകുമാർ ആരോഗ്യമന്ത്രി ആയിരിക്കെയാണ് 18 മാസം കൂടി ജമീലയ്ക്ക് അന്ന് അതേ പദവിയിൽ തുടരാൻ അവസരം നൽകുകയും ചെയ്തു. പിന്നീട് നെഹ്റു ഗ്രൂപ്പിന്റെ മെഡിക്കൽ കോളേജിൽ അവർ കൺസൾട്ടന്റായി പ്രവർത്തിച്ച ജമീലയ്ക്ക് ജിഷ്ണു പ്രണോയ് എന്ന വിദ്യാർത്ഥിയുടെ ആത്മഹത്യ വിവാദമായതിനെ തുടർന്നാണ് അന്ന് രാജിവെക്കേണ്ടി വന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. പിന്നാലെ അതിനുശേഷം പിണറായി സർക്കാരിൻ്റെ ഫ്ലാഗ്ഷിപ്പ് പദ്ധതികളിലൊന്നായിരുന്നു ആർദ്രം. ആ ആർദ്രം മിഷന്റെ നോഡൽ ഓഫീസറായി പി കെ ജമീല നിയമിതയാവുകയും ചെയ്തു. രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് സംസ്ഥാന ആസൂത്രണ ബോർഡ് അംഗമായിട്ടും പി കെ ജമീല നിയമിതയായി എന്നുള്ളതാണ്. ആസൂത്രണ ബോർഡിൽ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ ചുമതലയാണ് ജമീലയ്ക്ക് ലഭിച്ചിട്ടുള്ളത്. അങ്ങനെ ഇത്രയും സ്ഥാനങ്ങൾ വഹിച്ചു വരികയാണ് എങ്കിലും രാഷ്ട്രീയപരമായിട്ടുള്ള മോഹങ്ങൾ ബാക്കി നിൽക്കുന്നു എന്നതുകൊണ്ടാണ് ഈ സീറ്റിന് വേണ്ടി അല്ലെങ്കിൽ ചേലക്കര സീറ്റിന് വേണ്ടി ശ്രമിക്കുന്നത് എന്നുള്ള ആക്ഷേപം ശക്തമാണ്. ഇവിടെ AK ബാലന് ഉദ്ദിഷ്ടകാര്യത്തിന് ഉപകാരസ്മരണ ചെയ്യേണ്ടതുണ്ട് പിണറായി വിജയന് എന്നുള്ളതുകൊണ്ട് പി കെ ജമീലയ്ക്ക് ആ സീറ്റ് കൊടുക്കുന്നതിനുള്ള പല ശ്രമങ്ങളും സംസ്ഥാന കമ്മിറ്റിയിൽ ആരംഭിക്കുകയും ചെയ്തു. എന്നാൽ ചേലക്കരയിൽ നിന്ന് വരുന്ന എതിർപ്പ് കാരണം പക്ഷേ സീറ്റ് ജമീലയ്ക്ക് ലഭിക്കുമോ എന്നതിനെക്കുറിച്ച് സംശയമുണ്ട്. എന്തായാലും ചേലക്കരയിൽ K രാധാകൃഷ്ണന്റെ പകരക്കാരനെത്താൻ എന്തുകൊണ്ട് യോഗ്യനെന്ന് പറയപ്പെടുന്നത് ലാളിത്യത്തിന്റെ മുഖമായിട്ടുള്ള UR പ്രദീപ് തന്നെയാണ്. പക്ഷേ പ്രദീപിനെ സ്വീകരിക്കുവാൻ സംസ്ഥാന കമ്മിറ്റി തയ്യാറാകുമോ, പിണറായി വിജയൻ തയ്യാറാകുമോ എന്നതൊക്കെ ഒരു ചോദ്യമായി നിൽക്കുന്നുണ്ട്. കാരണം എപ്പോഴും പിണറായി വിജയന്റെ നാവായി പിണറായി വിജയന് വേണ്ടി ഇങ്ങനെ പ്രതിരോധം തീർത്ത് നിൽക്കുന്ന AK ബാലന് എന്തെങ്കിലുമൊക്കെ പ്രത്യുപകാരം വേണ്ടേ? അങ്ങനെയാണെങ്കിൽ AK ബാലന്റെ ഭാര്യ പി കെ ജമീലയ്ക്ക് സീറ്റ് ലഭിക്കുവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്.